മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 118 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു ഇയ്യോബ് 33 മുതൽ 36 വരെ, റോമർ 1 അധ്യായം ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ആരുടെ പ്രാണനാണ് യുവാക്കളായിരിക്കുമ്പോൾ തന്നെ നഷ്ടമാകുന്നത്? ഉത്തരം ദുഷ്ടമാനസന്മാരുടെ എന്നുള്ളതാണ് കേട്ടോ. ഇയ്യോബ് 36 13 14 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യഹോവയായ ദൈവം മനുഷ്യനോട്, അതായത് ആദാമിനോട് പറഞ്ഞ ഒരു സമാന വാചകം ഏലീഹു പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്നുള്ളതാണ് കേട്ടോ. ഇയ്യോബ് 34 15 വാക്യത്തിലും ഉൽപ്പത്തി 3 17 19 വാക്യങ്ങളിലും, അത് സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് ഇയ്യോബ് 34 15 വാക്യമാണ് കേട്ടോ. അതിൽ നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കരസ്പർശനം ഏൽക്കാതെ നീങ്ങിപ്പോകുന്നത് ആര്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ബലശാലികൾ എന്നുള്ളതാണ്. ഇയ്യോബ് 34 20 വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു ജീവി, ഒരു കടൽ മത്സ്യം, 2 വൃക്ഷം എന്നിവ ഉൾപ്പെട്ട 4 അക്ഷര പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ആമത്തിൽ എന്നുള്ളതാണ്. ഇയ്യോബ് 33 11 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ ജീവി ആമ, മത്സ്യം മത്തി, 2 വൃക്ഷം ആൽ, അത്തി എന്നുള്ളതാണ് കേട്ടോ. അത്തി അല്ല, ആത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 6 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഫലം എന്നർത്ഥം, 3-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യത്തിന്റെ പേര്, 1-4 അക്ഷരങ്ങൾ ചേരുമ്പോൾ കൊയ്തു കൂട്ടിയ ധാന്യങ്ങളുടെ ഒരു കെട്ട് എന്നർത്ഥം, 1-5-6 അക്ഷരങ്ങൾ ചേരുമ്പോൾ ആവരണം എന്നർത്ഥം. ഏതാണ് 6 അക്ഷരമുള്ള വാക്ക്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കനിവറ്റവർ എന്നുള്ളതാണ് കേട്ടോ. കനിവറ്റവർ. റോമർ 1 31 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഫലം, അർത്ഥം കനി എന്നുള്ളതാണ്. മത്സ്യം, വറ്റ, ധാന്യങ്ങളുടെ കെട്ട് കറ്റ, ആവരണം അർത്ഥം കവർ എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയാം. ഇയ്യോബ് 37 മുതൽ 40 വരെ, റോമർ 2 അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നല്ലോണം വായിച്ച് മനസ്സിലാക്കിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.